പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാരുമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. അവരൊക്കെ തന്നെ ഇതിനെ ഒരു ചരിത്രപരമായി അല്ലെങ്കിൽ പ്രവാചകന്റെ കാലഘട്ടത്തിന് ശേഷമുള്ള ആദ്യ നൂറ്റാണ്ടുകളിൽ ഒന്നും തന്നെ ഇതിന് പവിത്രത കൽപ്പിക്കുകയും അതിനുവേണ്ടി പള്ളികൾ നിർമ്മിക്കുകയും അതിനെ ഒരുതരം ആരാധനാമൂർത്തിയായി കാണുകയും ചെയ്യുന്ന ഒരു സ്വഭാവത്തിൽ ഒരു ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല എന്ന് തന്നെയാണ് അവരുടെയൊക്കെ അഭിപ്രായം. പിന്നെ ഇത് നിലവിലിരിക്കുന്ന ഇത്തരം മുടികൾ സൂക്ഷിച്ചിരിക്കുന്ന പള്ളികളിൽ വിശ്വാസികൾ പോകുന്നത് തന്നെ ഇപ്പൊ ഈജിപ്തിലും ടുണീഷ്യയിലും തുർക്കിയിലാണ് കുറച്ച് കൂടുതൽ ആളുകൾ ഇത്തരം പള്ളികളിലേക്കൊക്കെ പോകുന്നത്. അത് തന്നെ വളരെ പരിമിതമായ പള്ളികളിലാണ് അതുള്ളത്. 1-2 പള്ളികളിലാണ് ഈ തിരുശേഷിപ്പുകളൊക്കെ സൂക്ഷിച്ചിട്ടുള്ളത്. പിന്നെ ലോകത്തിന്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും ഉള്ള തിരുശേഷിപ്പുകൾ എന്ന് പറയുന്നത് അങ്ങനെ ഒരു പദപ്രയോഗം തന്നെ ശരിയാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല, മ്യൂസിയങ്ങളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ചരിത്രപരമായ പ്രാധാന്യം കണ്ടുകൊണ്ട് സന്ദർശിക്കുന്നു എന്നുള്ളതല്ലാതെ, അല്ലെങ്കിൽ ഒരു ചരിത്രപരമായ കൗതുകത്തോടെ സന്ദർശിക്കുന്നു എന്നുള്ളതല്ലാതെ ഒരു പ്രതിഷ്ഠയായിട്ടോ ഒരു ആരാധനാമൂർത്തിയായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അനുഗ്രഹം തേടിയുള്ള തീർത്ഥയാത്രയായിട്ടോ ഇത്തരം സ്ഥലങ്ങളിലേക്ക് പോകുന്ന ഒരു ശൈലി മറ്റ് രാജ്യങ്ങളിൽ ഞാൻ കണ്ട ഈ സ്ഥലങ്ങളിലൊന്നും വ്യാപകമായി കാണാൻ കഴിയുന്നില്ല. പക്ഷേ പല സ്ഥലങ്ങളിലും ഇതിനെ വ്യാപകമായി മാർക്കറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അത് കാര്യമായി വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ എനിക്ക് വേറൊരു കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. കേരളത്തിലെ പ്രത്യേക പശ്ചാത്തലത്തിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ചരിത്രശേഷിപ്പുകളെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ചരിത്ര സൂക്ഷിപ്പുകളെ സൂക്ഷിക്കുക, അതിനുവേണ്ട മ്യൂസിയങ്ങൾ നിർമ്മിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഒരു ചരിത്ര വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് എനിക്കുണ്ടായൊരു വേദന ഞാൻ പറയാം. കേരളത്തിലെ ഏറ്റവും പൗരാണിക പള്ളികളിലൊന്നാണ് നമ്മളെ കുറ്റിച്ചിറ പള്ളി. ഒരു പള്ളി ഏതാണ്ട് 650ഓളം വർഷം പഴക്കമുണ്ട്, മറ്റൊന്ന് 800 വർഷത്തെ പഴക്കമുണ്ട്, വേറൊന്നിന് 1000-നടുത്ത് വർഷത്തെ പഴക്കമുണ്ടെന്ന് പറയുന്നു. ഈ പള്ളി സന്ദർശിക്കാൻ ഞാൻ 1-2 തവണ പോയിരുന്നു. അതില് മുച്ചുണ്ടി പള്ളി എന്ന് പറയുന്ന പള്ളിയിൽ ഒരു ഫലകം സൂക്ഷിച്ചിട്ടുണ്ട്, ആ ഭിത്തിയിൽ പതിച്ചിട്ടുണ്ട്. അതിന്റെ കഥ അന്വേഷിച്ച് ചെന്നപ്പോൾ അവിടെയുള്ള പ്രായം ചെന്ന 1-2 ആളുകൾ പറഞ്ഞത് ആ ഭിത്തിയിൽ സൂക്ഷിച്ചിരിക്കുന്ന കല്ല് അത് ആ പള്ളി നിർമ്മിക്കുന്നതിന് അന്നത്തെ രാജാവ് കൊടുത്ത ഒരു വാഗ്ദാനത്തിന്റെ ഒരു ലിഖിതമാണ് ആ പള്ളിയിലുള്ളത്. ആ കല്ല് അവിടെ പ്രാർത്ഥനയ്ക്ക് മുന്നേ ചെയ്യുന്ന അംഗസ്നാനം ചെയ്യുമ്പോൾ കാല് ഉരച്ച് കഴുകുന്നതിന് വേണ്ടി അത് ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അത് പിന്നെ ഡോക്ടർ MGS നാരായണനെ പോലെയുള്ള ആളുകളൊക്കെ അറിഞ്ഞു, അദ്ദേഹത്തിന്റെയൊക്കെ അഭ്യർത്ഥന മാനിച്ച് പിന്നെ അത് പള്ളിയുടെ ഭിത്തിയിലേക്ക് ചരിത്രശേഷിപ്പായി സൂക്ഷിക്കുകയായിരുന്നു. കേരളത്തിൽ ഇങ്ങനെ സൂക്ഷിക്കേണ്ട നൂറുകണക്കിന് ചരിത്രശേഷിപ്പുകളുണ്ട്. തീർച്ചയായും തിരിച്ചു വരാം താങ്കളിലേക്ക് ശ്രീ അഷ്റഫ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ MP ഫൈസൽ, തിരുശേഷിപ്പ് യാഥാർത്ഥ്യമാണ്, അതിന് വേണ്ട തെളിവുകളും വിശദീകരണങ്ങളും ഉണ്ട് എന്ന് പറയേണ്ടുന്ന അത് പറയാമെന്ന് പറഞ്ഞ സി മുഹമ്മദ് ഫൈസി ഇതുവരെ ടെലിഫോണിൽ എത്തിച്ചേർന്നിട്ടില്ല. സ്വാഭാവികമായും ആ വശം ഒഴിഞ്ഞു തന്നെ കിടക്കുകയാണ്. ശ്രീ MP ഫൈസൽ, ഇത് ഒരു വലിയ വാണിജ്യ കേന്ദ്രമായി അദ്ദേഹം വിഭാവനം ചെയ്യുന്നു എന്നുകൂടെ ആരോപണമുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് ഒരു വഞ്ചനയുടെ മേലാണ് ഈ വരാനിരിക്കുന്ന വാണിജ്യ കേന്ദ്രം ഉണ്ടാകുന്നത് എന്നാണെങ്കിൽ അതിനെ എതിർക്കാൻ കേരളത്തിലെ മുസ്ലിം വിശ്വാസികളായവർ ഇറങ്ങേണ്ടതല്ലേ? അങ്ങനെ ഉണ്ടാകുമോ? തീർച്ചയായും. ആണ് ഞാൻ ആദ്യമായി പറഞ്ഞത്, ഇതൊരു വിശ്വാസത്തിൻ്റെ കൂടി ഒരു പ്രശ്നമാണ് എന്ന്. കേരളീയ മുസ്ലിം സമൂഹവും പൊതുസമൂഹവും അറിയേണ്ട ഒരു വിഷയം, പ്രവാചകൻ മുന്നോട്ട് വെച്ച വിശ്വാസ പ്രമാണം എന്നുള്ളത് ഏകദൈവാരാധനയെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു വിശ്വാസ പ്രമാണം എന്നുള്ളതാണ്. പ്രവാചകന്റെ ജീവചരിത്രം വളരെ വ്യക്തമാണ്. മരണാസന്നനായി കിടക്കുന്ന പ്രവാചകൻ നേരിയ ശബ്ദത്തിൽ അവസാന നിമിഷത്തിലും പറഞ്ഞ ഒരു വാക്കുണ്ട്. പ്രവാചക പത്നിയാണ് അത് ലോകത്തോട് ഉദ്ധരിച്ചത്. എന്താണ് പ്രവാചകൻ അവിടെ ഉദ്ധരിച്ചത്? മുൻകഴിഞ്ഞ വേദസമൂഹത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ശാപമുണ്ടാകട്ടെ, കാരണം അവർ അവരുടെ പ്രവാചകന്മാരുടെയും പുണ്യപുരുഷന്മാരുടെയും ഖബറുകളെ ആരാധനാലയങ്ങളാക്കി എന്നുള്ളതാണ്. അവ മുൻഗാമികളായ പുണ്യപുരുഷന്മാരുടെയും പ്രവാചകന്മാരുടെയും ഖബറുകളെ ആരാധനാലയങ്ങളാക്കി അതിൻ്റെ മേൽ പള്ളി പണിത് തൗഹീദിൽ നിന്ന് ഏകദൈവത്വത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ അവർക്ക് മേൽ ദൈവത്തിൻ്റെ ശാപമുണ്ടാകട്ടെ എന്ന് പ്രവാചകൻ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന സന്ദർഭത്തിൽ പറയുമ്പോൾ എന്താണ് അതിൻ്റെ സന്ദേശം? തൻ്റെ കാലശേഷം തൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ മേൽ ഒരു എടുപ്പ് അല്ലെങ്കിൽ ഒരു പള്ളി, ഇതേപോലെയുള്ള ഒരു കെട്ടിടം പണിയരുത് എന്നുള്ളതാണ്. ഖബറ് കെട്ടിപ്പൊക്കുന്നതിനെ വളരെ കണിശമായി തന്നെ നിരോധിക്കുകയും തടയുകയും ചെയ്ത ഒരു ദർശനവും കൂടിയാണ് ഇസ്ലാം. എന്നിരിക്കെ പ്രവാചകൻ്റേത് എന്ന് പറയപ്പെടുന്ന ഒരു മുടിയുടെ പേരിൽ തന്നെ ഇത്തരം ഒരു പള്ളി പണിയുക എന്ന് പറയുന്നത് തീർച്ചയായും അതിൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. സാമ്പത്തിക ചൂഷണം തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക് ശ്രീ ഫൈസൽ. ശ്രീ സി മുഹമ്മദ് ഫൈസി അദ്ദേഹം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ മുഹമ്മദ് ഫൈസി,
തിരുകേശം സംബന്ധിച്ചുയർന്ന ആരോപണങ്ങൾക്ക് എന്താണ് മറുപടി? തിരുകേശം വ്യാജമായതാണ്, അതിനുമേൽ സാമ്പത്തിക നേട്ടമുണ്ടാക്കാനും വിശ്വാസികളെ വഞ്ചിക്കാനുമുള്ള നീക്കമാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടേതെന്നാണ് വാദം. ഹലോ, തിരുകേശം സംബന്ധിച്ചുള്ള യാഥാർത്ഥ്യം എന്താണ്? അത് യഥാർത്ഥ തിരുകേശം വിശുദ്ധ കേശം തന്നെയാണോ? അങ്ങനെയല്ലെന്ന് ആളുകൾ പറയുന്നു. അത് വിശുദ്ധ കേശം തന്നെയാണെന്ന വിഷയത്തിൽ യാതൊരു തർക്കവുമില്ല. മുസ്ലിം ലോകത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കാലഘട്ടം മുതൽക്ക് തന്നെ തിരുനബിയുടെ കേശം വിശ്വാസികൾക്ക് ആദരിക്കുവാനും പുണ്യമെടുക്കുവാനും പറ്റുന്ന രൂപത്തിൽ സൂക്ഷിക്കപ്പെടുകയും ഇന്നും യാതൊരു തർക്കവുമില്ലാതെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തിരുകേശം സൂക്ഷിച്ചു വരുന്നു. വെല്ലൂര് ബാഖിയാത്തു സാലിഹാത്ത് അറബിക് കോളേജ്, വെല്ലൂര് ലത്തീഫിയ, കാശ്മീരിലെ ബാൽ മസ്ജിദ്, അവിടെയെല്ലാം ഉള്ളതുപോലെ എല്ലാ തെളിവുകളോടും കൂടെയാണ് കാരന്തൂർ മർക്കസിലും ഉള്ളത്. തീർച്ചയായും ശ്രീ മുഹമ്മദ് ഫൈസി, പക്ഷേ അത് സംബന്ധിച്ചൊരു തർക്കം ഇവിടെ ഉണ്ടായിരിക്കുന്നു. കേരളത്തിൽ കോഴിക്കോട്ട് മർക്കസിൽ അതിൻ്റെ യാഥാർത്ഥ്യം അറിയാൻ ഇസ്ലാമിക വിധി പ്രകാരമുള്ള പരീക്ഷണങ്ങളുണ്ട്. അവയ്ക്ക് തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? ആ പരീക്ഷണങ്ങൾക്ക് തയ്യാറാവാത്തത് ഒരിക്കലും തന്നെ ഇത്തരം തർക്കങ്ങൾ വരുമ്പോൾ ഏറ്റവും മഹത്വമുള്ള ഒരു സാധനത്തെ കരിക്കുകയോ മുറിക്കുകയോ ചെയ്യുന്നത് ഇസ്ലാം അനുവദിക്കുന്നില്ല. ഒന്ന്. രണ്ടാമത്, ഈ വിഷയത്തിൽ 6 വർഷം മുൻപ് കിട്ടിയ ഈ തിരുകേശത്തെ സംബന്ധിച്ച് യാതൊരു തർക്കവും ഉണ്ടായിട്ടില്ല. കാന്തപുരം ഉസ്താദിനോട് മറ്റു പല വിധത്തിലുമുള്ള വിദ്വേഷങ്ങൾ പ്രകടിപ്പിക്കുവാനുള്ള ഒരു ചാൻസായി മാത്രം EK വിഭാഗം ഉയർത്തിക്കൊണ്ടുവരികയാണ്. തീർച്ചയായും ശ്രീ മുഹമ്മദ് ഫൈസി, അത് കരിക്കുകയോ മുറിക്കുകയോ ചെയ്യുമ്പോൾ അത് കരിയുകയോ മുറിയുകയോ ചെയ്യില്ല, വിശുദ്ധമായ കേശമാണത്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഈ വിശ്വാസത്തിന് ഇത്രമേൽ ഉറപ്പുണ്ടെങ്കിൽ ആ പരീക്ഷണത്തിന് തയ്യാറാകുന്നില്ല എന്ന് വീണ്ടും ചോദ്യം. വിശ്വാസപരമായ കാര്യങ്ങൾ എല്ലാം അങ്ങനെ തന്നെയാണ്. ഉദാഹരണം, പ്രവാചകന്മാർ മരണപ്പെട്ടാൽ അവരുടെ മൃതദേഹങ്ങൾ മണ്ണ് തിന്നുകയില്ല എന്ന് മുസ്ലിംകൾ വിശ്വസിക്കുന്നു. അങ്ങനെ മണ്ണ് തിന്നുമോ ഇല്ലേ എന്നറിയാൻ വേണ്ടി ഖബർ മാന്തുക എന്ന സിസ്റ്റം അത് മറ്റു പല വൃത്തികേടുകളിലേക്കുമാണ് എത്തുക. വിശ്വാസങ്ങൾ എന്ന് പറയുമ്പോൾ അത് വിശ്വാസം തന്നെയാണ്. തീർച്ചയായും താങ്കളുടെ വാദം കൃത്യമാണ്. ശ്രീ മുഹമ്മദ് ഫൈസി, ഒരു കാര്യം കൂടെ, മുടി സംരക്ഷിക്കാൻ വേണ്ടി പള്ളി പണിയുന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ ആദ്യമാണത്രേ. കശ്മീരിലെ ഹസ്രത് ബാൽ പള്ളി ആദ്യം പള്ളി ഉണ്ടായിരുന്നു, അവിടെ കേശം വന്നു ചേർന്നത് പള്ളി ഉണ്ടായി 3/4 നൂറ്റാണ്ടിന് ശേഷമാണ്. തൻ്റെ ഭൗതിക ശേഷിപ്പിന്മേൽ ഒന്നും ഉയരാതിരിക്കട്ടെ, അതിനെ ആരാധിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞ ഒരാളുടെ ഭൗതിക ശേഷിപ്പിന് മേൽ പള്ളിയും അതിനു ചുറ്റും വ്യാപാര സ്ഥാപനങ്ങളും പണിഞ്ഞ് ഉയർത്തുന്നത് മതവിധി പ്രകാരം തെറ്റല്ലേ? പള്ളി ഉണ്ടാക്കുന്നത് മുടി സൂക്ഷിക്കാൻ വേണ്ടിയാണ്. മുടി കാണാൻ ആളുകൾ വരും, സ്വാഭാവികമായി അവർക്ക് പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി അതിന്റെ ചാരത്ത് പള്ളി ഉണ്ടാക്കുന്നു. അതിൽ യാതൊരു തെറ്റുമില്ല. ഇപ്പോഴും മദീനയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് വലിയ പള്ളി കാണാം. അവിടെ വരുന്നവരെല്ലാം ആ പള്ളിയിൽ നിസ്കരിക്കുന്നു. തീർച്ചയായും ശ്രീ മുഹമ്മദ് ഫൈസി, കമ്പോളം പിശാചിന്റെ ഇടമാണ്, അവിടേക്ക് അവസാനം പോകുന്നയാളും നിങ്ങളാകട്ടെ ആദ്യം പുറത്തിറങ്ങി വരുന്നയാളും നിങ്ങളാകട്ടെ എന്ന് പറഞ്ഞ ഒരു മതത്തിൽ നിന്നുകൊണ്ട് ഒരു വിശുദ്ധ ശേഷിപ്പിന് ചുറ്റും കമ്പോളം ഉണ്ടാക്കുന്നത് ശരിയായ കാര്യമാണോ? ഫ്ലാറ്റുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവയൊക്കെ ഉണ്ടായി വരുന്നത് തെറ്റല്ലേ? ഒരിക്കലും തന്നെ അതൊന്നും ഇതിന്റെ ഭാഗമല്ല. നേരത്തെ തന്നെ മർക്കസ് ഉൾക്കൊള്ളുന്ന സമുച്ചയത്തിൽ വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് പുതിയൊരു ക്യാമ്പസ് ഉണ്ടാക്കണമെന്ന് മർക്കസ് കമ്മിറ്റി തീരുമാനിച്ചതാണ്. ആ തീരുമാനിച്ച സ്ഥലത്ത് ഇതും വെക്കുന്നു എന്നതല്ലാതെ ഇങ്ങനെ കോളേജുകളും ആയുർവേദ കോളേജുകളും മെഡിക്കൽ കോളേജുമെല്ലാം മറ്റൊരു ക്യാമ്പസിൽ ഉണ്ടാക്കേണ്ട അനിവാര്യത നേരത്തെ തന്നെ ഉണ്ട്. വിശുദ്ധ കേശവുമായി ആ ബിൽഡിങ്ങുകൾക്ക് യാതൊരു ബന്ധവുമില്ല. അതെല്ലാം ഒരു ക്യാമ്പസിലാകുന്നു എന്നതല്ലാതെ തിരുകേശത്തിന് വേണ്ടി അവ ഉണ്ടാക്കുകയല്ല. കമ്പോളവൽക്കരണം തീരെയില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ കഴിഞ്ഞ 34 വർഷമായി ഈ രാജ്യത്തെ ജനങ്ങളുടെ സഹകരണത്തോടുകൂടി നടത്തുന്ന സ്ഥാപനം കാന്തപുരം ഉസ്താദിനെ സംബന്ധിച്ച് ഇന്നും പണ്ഡിതന്മാർക്ക് വിശ്വാസമുണ്ട്, ജനങ്ങൾക്കും വിശ്വാസമുണ്ട്. ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ അവർ ആദർശപരമായ എന്തോ വിരോധം മാത്രമാണ് പ്രകടിപ്പിക്കുന്നത്. തീർച്ചയായും ഞാൻ തിരിച്ചു വരാം. ശ്രീ മുഹമ്മദ് ഫൈസി, അല്പം സമയം കൂടെ താങ്കൾ ടെലിഫോൺ ലൈനിൽ തുടരണം. ശ്രീ ഫൈസി ഓണംപള്ളി, കാന്തപുരം AP അബൂബക്കർ മുസല്യാരോടുള്ള വ്യക്തിപരമായ വിരോധം, ഇത്രമേൽ ഹീനമായ ആരോപണങ്ങൾ അദ്ദേഹത്തിന് നേരെ തിരുകേശത്തിനെതിരെ ഉന്നയിക്കാൻ താങ്കളെപ്പോലുള്ളവരെ പ്രാപ്തരാക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത്.
തീർത്തും അടിസ്ഥാനരഹിതമായ ഒരു ആരോപണമാണ്. അതിനു മുമ്പ് ഞാൻ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നിവിടെ അഷ്റഫ് കടക്കലും മറ്റു ഫൈസലും പറഞ്ഞ കാര്യങ്ങൾ, അതായത് പ്രവാചക കേശത്തിന് സവിശേഷതകളുണ്ട് എന്ന കാര്യം ഇസ്ലാമിക പ്രമാണങ്ങൾ കൊണ്ട് തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ്. അത് ചരിത്രപരമായും തെളിയിക്കപ്പെടാവുന്നതാണ്. പ്രത്യേകിച്ചും ഇസ്ലാമിക പ്രമാണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിശുദ്ധ ഖുർആൻ. ഖുർആൻ തിരുശേഷിപ്പുകളെ കുറിച്ച് വളരെ പ്രധാനമായി പറയുന്നുണ്ട്. അതായത് താലൂത്ത് എന്ന രാജാവിന് അദ്ദേഹത്തിന്റെ അധികാരത്തിന്റെ അടയാളം എന്ന നിലക്ക് തന്നെ വിശുദ്ധ ഖുർആൻ പറയുന്നത് ഇന്ന ആയത്ത മുൽക്കിഹി യഅതിയകും താബൂതു ഫീഹി സകീനത്തും മിർ റബ്ബിക്കും വബഖിയത്തും മിമ്മാ തറക ആലു മൂസ വ ആലു ഹാറൂൻ എന്നാണ്. ഇദ്ദേഹത്തിന്റെ അധികാരത്തിന്റെ അടയാളം, അദ്ദേഹത്തിനൊരു പെട്ടി വരും. ആ പെട്ടിയിൽ ദൈവത്തിന്റെ സമാധാനവും അതോടൊപ്പം മൂസയുടെയും ഹാറൂന്റെയും അലൈഹിമസ്സലാം ഈ രണ്ടുപേരുടെയും കുടുംബങ്ങളുടെ തിരുശേഷിപ്പുകൾ ഉണ്ടാവുകയും ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. മാത്രവുമല്ല, പരിശുദ്ധ പ്രവാചകന്റെ ജീവിതത്തിൽ തന്നെ ഇത്തരം ഒട്ടേറെ തെളിവുകൾ സ്വഹീഹുൽ ബുഖാരി ഉൾപ്പെടെയുള്ള പ്രാമാണിക ഗ്രന്ഥങ്ങൾ, പ്രാമാണിക ഹദീസ് ഗ്രന്ഥങ്ങൾ തന്നെ നമുക്ക് മുമ്പിൽ വരച്ചു വെക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും പ്രവാചകൻ അവിടുത്തെ ഹജ്ജത്തുൽ വദാഇന്റെ വേളയിൽ നബി തിരുമേനി തന്നെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മുടി തലമുണ്ടനം ചെയ്തതിനു ശേഷം അത് വീതിച്ചു കൊടുക്കുകയും പ്രത്യേകിച്ച് അബു അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനായി അത് വീതിച്ചു കൊടുത്ത് മറ്റുള്ളവർക്ക് അത് വീതിച്ചു കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ശ്രീ ഫൈസി ഓണംപള്ളി, ഉള്ളത് കയ്യിലുള്ളത് വിശുദ്ധ കേശമാണെങ്കിൽ അത് ഇങ്ങനെയൊക്കെ തന്നെ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. ഞാൻ പറഞ്ഞു വന്നത് അത് അത്തരത്തിലല്ല എന്ന് വളരെ അവാസ്തവമായ ഒരു വിശദീകരണം മറുഭാഗത്ത് നിന്ന് കേട്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിശദീകരിക്കാൻ കാരണം. ഞാൻ ഇനി നിങ്ങൾ പറഞ്ഞ പോയിന്റിലേക്ക് വരാം. ഒന്നാമത്, ഇത് ഒരു സംഘടനാപരമായ വിദ്വേഷത്തിന്റെ ഭാഗമല്ല. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ കിട്ടിയ ഒരു മുടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഇത്രമേൽ വലിയ ഒരു ക്യാമ്പയിൻ നടത്തിയിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അത് മർക്കസിൽ മാത്രം നിലകൊള്ളുകയും അതിനുവേണ്ടി ഇത്തരത്തിലൊരു സാമ്പത്തിക അജണ്ട വെച്ചുകൊണ്ടുള്ള ഒരു മുന്നൊരുക്കങ്ങൾ നടത്താതിരിക്കുകയും എന്നാൽ അതോടൊപ്പം തന്നെ അത് സംബന്ധമായി അവരിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയും ചെയ്തു എന്നതുകൊണ്ട് ഞങ്ങൾ ആ വിഷയത്തിൽ ഇടപെട്ടിരുന്നില്ല. പക്ഷെ ഞങ്ങൾ അതിന്റെയും സനത് ചോദിച്ചിരുന്നു. അത് വിശ്വാസയോഗ്യമല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ആ വിഷയത്തിൽ പിന്നീട് ഞങ്ങളുടെ അതല്ലെങ്കിൽ കേരളത്തിലെ മറ്റ് പൊതുസമൂഹത്തെയും വിശ്വാസികളെയും മാറ്റി നിർത്തി എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് മറ്റൊന്നും പോയിരുന്നില്ല. അതേസമയം ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം നിങ്ങളൊക്കെ കേട്ടതുപോലെ മാധ്യമങ്ങൾ കേട്ട ഒരു കാര്യമാണ്. മർക്കസിലെ സമ്മേളനത്തിൽ വെച്ച് ഇത് സനതാണ് എന്ന് പറഞ്ഞു വായിക്കുകയും സനദിന്റെ പ്രമാണം എന്ന നിലയിൽ സാക്ഷാൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ തന്നെ അതിന്റെ പ്രമാണം ഉദ്ധരിക്കുകയും ചെയ്തതിനു ശേഷം പിന്നീട് അദ്ദേഹത്തിന്റെ ശിഷ്യനായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി സനദ് ഇങ്ങനെ വായിച്ച് പിന്നെ ഇങ്ങനെ ആട്ടിക്കാണിക്കുകയും ചെയ്യുന്ന രീതികൾ നമ്മൾ കണ്ടതിന് ശേഷം പിന്നീട് സനദിന്റെ വിശദീകരണം ഞങ്ങൾ വിശദീകരിച്ചതിന് ശേഷം അത് സനദല്ല, അത് പിതൃപരമ്പര മാത്രമാണ് എന്ന് പേരോട് തന്നെ പറയുകയും പിന്നീട് പത്രസമ്മേളനത്തിൽ വെച്ച് അതിനെയും മാറ്റി പറഞ്ഞ് വളരെ വിശദമായ ഒരു സനദ് വേറെ അടിയാധാരം എന്ന നിലക്ക് അടിരേഖ എന്ന നിലക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പിന്നെ സനദന്തിന് എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട്. അതാണ് ശ്രീ സി മുഹമ്മദ് ഫൈസി അതാണ് പ്രശ്നം. ഒരുപാട് പഴുതുകളുണ്ട്, കള്ളത്തരങ്ങളും തട്ടിപ്പുകളും മാറ്റിപ്പറച്ചിലുകളുമുണ്ട്. ധന ഉണ്ടാക്കാൻ വേണ്ടി, സമ്പത്തുണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് പരിപാടി നടത്താൻ വേണ്ടി ജനങ്ങളെ തട്ടിപ്പ് നടത്തുന്ന ഒരു പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് താങ്കൾ അടക്കമുള്ളവർ. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അതാണ് നടത്തുന്നത് എന്നാണ് ആരോപണം. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ പറ്റി അന്വേഷിക്കാവുന്നതാണല്ലോ. മാത്രവുമല്ല, നമുക്ക് ഈ മുടി തന്ന വ്യക്തിയുടെ അടുക്കൽ ഈ വിഷയത്തെ പറ്റി ഒരു ചർച്ചയ്ക്ക് വേണ്ടി പോകാമെന്ന് പലതവണ പറഞ്ഞിട്ട് ഒരിക്കൽ പോലും EK വിഭാഗം അതിന് തയ്യാറായിട്ടില്ല. കാന്തപുരം ഉസ്താദ് സാമ്പത്തികമായി എന്തെങ്കിലും ചെയ്യുന്നുവെങ്കിൽ അത് അദ്ദേഹത്തിന്റെ നാട്ടിലും പരിസരങ്ങളിലും അന്വേഷിച്ചാൽ ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ്. അദ്ദേഹം ആത്മാർത്ഥമായി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. മാനവികതയുടെ തീർച്ചയായും ആ കാര്യത്തിൽ തർക്കമില്ല. ശ്രീ മുഹമ്മദ് ഫൈസി, ഇതിന്റെ ആധികാരികത സംബന്ധിച്ച് പല കാര്യങ്ങൾ പറയുന്നുണ്ട് EK വിഭാഗം. കേശദാതാവെന്ന് നിങ്ങൾ പറയുന്ന ശൈഖ് അഹമ്മദ് ഖസറജി അദ്ദേഹം തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഗ്രന്ഥത്തിൽ, അതായത് പ്രവാചക ശേഷിപ്പുകളുടെ പൊരുളുകൾ എന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യാവുന്ന ആ പുസ്തകത്തിൻ്റെ പേര് അസ്റാറുൽ ആസാരിൻ നബവിയ്യ. ആ പുസ്തകത്തിൽ തൻ്റെ കൈവശമുള്ള മുടികളെക്കുറിച്ച് പരാമർശമേയില്ല. ആ പുസ്തകം എഴുതിയ കാലത്ത് പുറത്തിറങ്ങിയ